കോഴിക്കോട് ഏലത്തൂർ ട്രെയിൻ ഭീകരാക്രമണ കേസിൽ വിചാരണ വൈകും. NIA കുറ്റപത്രം സമർപ്പിച്ച മറ്റു കേസുകളിൽ വിചാരണ പൂർത്തിയാക്കാത്തതാണ് ഏലത്തൂർ കേസിൽ വിചാരണ നടപടികൾ നീളാൻ കാരണം. ഡൽഹി ഷെഹറിൻ ബാഗ് സ്വദേശി ഷാരൂഖ് സൈഫി മാത്രമാണ് പ്രതിയെന്ന് കണ്ടെത്തിയ കേസിൽ ജിഹാദി പ്രവർത്തനം തന്നെയായിരുന്നു ലക്ഷ്യമെന്നും NIA കുറ്റപത്രത്തിലുണ്ടായിരുന്നു. കലൂർ NIA കോടതിയിലാണ് വിചാരണ നടക്കുക. 2023 ഏപ്രിൽ 2-നായിരുന്നു ഷാരൂഖ് സൈഫി ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് D1 കമ്പാർട്ട്മെന്റിൽ കടന്നുകയറി യാത്രക്കാരുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. രക്ഷപ്പെടാൻ പുറത്തേക്ക് ചാടിയ 3 പേരെ ട്രാക്കിൽ മരിച്ച നിലയിൽ പിന്നീട് കണ്ടെത്തിയിരുന്നു. 9 പേർക്ക് പൊള്ളലേൽക്കുകയും ചെയ്തു. ആക്രമണത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേനയായിരുന്നു പിടികൂടിയത്. തുടക്കത്തിൽ തന്നെ ഭീകരവാദ ബന്ധങ്ങൾ സംശയിച്ച കേസിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശാനുസരണം കേസെടുത്ത NIA 2023 സെപ്റ്റംബർ അവസാന വാരം കുറ്റപത്രവും സമർപ്പിച്ചു. പ്രതി ഷാരൂഖ് സൈഫി മാത്രമാണെന്നും എന്നാൽ നടന്നത് ജിഹാദി പ്രവർത്തനം തന്നെയെന്നും കുറ്റപത്രത്തിലുണ്ടായിരുന്നു. ആക്രമണത്തിന് പ്രതി കേരളം തന്നെ തിരഞ്ഞെടുത്തത് തിരിച്ചറിയാതിരിക്കാനായിരുന്നു. മതഭീകര ആശയങ്ങളുള്ള ഷാരൂഖിന്റെ ലക്ഷ്യം ആക്രമണത്തിലൂടെ ഭീതി പരത്തുകയെന്നതാണെന്നും കുറ്റപത്രത്തിലുണ്ടായിരുന്നു. നിലവിൽ NIA അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള നിരവധി UAPA കേസുകളാണുള്ളത്. ഇതിൽ പലതിന്റെയും വിചാരണ നടക്കുകയാണ്. PFI മതഭീകരവാദ കേസടക്കം വിചാരണ ഘട്ടത്തിലാണ്. പ്രമാദമായ മറ്റു കേസുകളുടെ വിചാരണ പൂർത്തിയായ ശേഷമേ ഏലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ വിചാരണ ആരംഭിക്കുകയുള്ളൂ. ജനം, കൊച്ചി.